ആയി വരുന്നേ ഉള്ളൂ, ആവുന്നു. പുതിയ റോൾ എങ്ങനെയാണ്? അല്ല, പുതിയ റോൾ ഇത് നമ്മളവിടെയല്ലേ താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് അച്ഛൻ ചെയ്ത് വരുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇത് പുള്ളിയുടെ ഒരു താല്പര്യത്തിൽ നമ്മൾ തുടങ്ങി. അപ്പോൾ ഈ വർഷം ഇവരെന്നെ വിളിച്ചു, ഇതിൻ്റെ ഒരു ഭാഗമാക്കി. പിന്നെ നമ്മൾ ഇറങ്ങി പണിയെടുക്കുന്നില്ല, സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രം. അപ്പോൾ ഭംഗിയായി നടക്കും ഇരിക്കുന്നു. എല്ലാ വർഷവും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷം ചെയ്തു. കഴിഞ്ഞ വർഷം കൊയ്ത്ത് ഒക്കെ വന്നിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം വരുന്നത്. ചേട്ടനില്ല, ചേട്ടൻ ഇന്ന് വരും. പ്രചോദനമായത് എന്താ പറയണ്ടേ, ഇതാണല്ലോ നമ്മൾ ഡെയിലി കഴിക്കുന്നത്. ഡെയിലി എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നതും എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ നിന്ന് ശരിക്കും നേരിട്ട് കാണാൻ പറ്റുന്ന ഈ പാടാണ്. അപ്പം ഞാൻ ഉറക്കൊഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് ഈ പാടം. അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുമല്ലോ കടൽ, മൗണ്ടൻസ്, കടൽ. അപ്പോൾ എനിക്ക് ഏറ്റവും കാണാൻ കണ്ണിന് ഭയങ്കര കുളിർമയുള്ള ഒരു സീനിക് ഇതെന്ന് പറയുന്നത് ഇപ്പോഴും പാടാം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പാടത്തൂടെ അല്ലെങ്കിൽ ചേർന്ന് ജീവിക്കുന്നതും. അല്ലെങ്കിൽ പിന്നെ ചോറ് വളരെയധികം പ്രിയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെ അതെ അതെ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഉമ എന്ന് പറഞ്ഞ പല വേരിയൻ്റ് ഉണ്ടല്ലോ. ഉമ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു റെഡ് റൈസാണ് പ്രോപ്പർ. അപ്പോൾ ഇതെനിക്ക് 4 മാസം 80 ഏക്കറിലാണ് നമ്മളിപ്പോൾ തുടക്കം. എനിക്ക് 100-110 ഏക്കറുണ്ട്. ഇപ്പോൾ 80 ഏക്കറിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഉമ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്, ജയ, സുരേഖ, പൊക്കാളി എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ ഉമ എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നൊരു 100-150 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്റ്റേജ്. അപ്പോൾ ബാക്കിയുള്ള പ്രാക്ടിക്കൽ പരിപാടി, ഇതൊക്കെ തിയററ്റിക്കൽ പരിപാടി മാത്രമേ നമ്മൾ അറിയുള്ളൂ. പക്ഷേ ബാക്കിയുള്ള സാധനം നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഇവരൊക്കെ വർഷങ്ങളായി ചെയ്യുന്നതുകൊണ്ട് എല്ലാം നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭംഗിയായി വരും വിശ്വസിക്കുന്നു. അല്ല, അതുകൊണ്ടല്ല, വീട്ടിലെപ്പോഴും ജൈവമാണ്. അപ്പോൾ കല്യാണത്തിനെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. മണികണ്ഠൻ ചിലപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 1 ഏക്കർ 5-6 ഏക്കർ മണികണ്ഠൻ ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞ അടുത്ത വർഷം നിങ്ങൾക്കൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഇതാണല്ലോ മുന്നോട്ട് വയ്ക്കുന്ന സാധനം വെച്ചാൽ ഇതിൽ ലാഭവും നഷ്ടമൊന്നും അല്ല നമ്മൾ നോക്കണേ. ഇതൊരു താല്പര്യമുള്ള ആൾക്കാർ, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അവർ മുന്നോട്ട് വന്ന് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത കൊല്ലം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്കൊക്കെ ഒരുമിച്ച് ചെയ്യാം. അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിന് നമ്മളൊരു ഫിനാൻഷ്യൽ ഇത് നോക്കിയിട്ടൊന്നുമല്ല ഇതിനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതിനെ എത്രത്തോളം വയബിളാന്നുള്ളത് നമുക്ക് പല നഷ്ടങ്ങളും നമ്മൾ വാർത്തയിലൊക്കെ കൂടെ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ നോക്കണില്ല, നമുക്കതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ അത് തന്നെ ആദ്യമായിട്ടാണ് വിത്തിരുന്നത്. പക്ഷെ ഡെയിലി ചോറ് കഴിക്കാറുണ്ട്. അച്ഛനൊന്നും പറഞ്ഞില്ല. സാധാരണ പരാജയമാണല്ലോ ഈ കൃഷിയിലെങ്കിലും ഒന്ന് വിജയിച്ച് കാണണം. ഓക്കെ, താങ്ക് യു. ശരി.